ഇന്നത്തെ റെസിപ്പി നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന മടക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 250 ml ഒരു കപ്പിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ 6 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ തൂവി കൊടുക്കുക. എന്നിട്ട് ഓരോ ബോളും ഇതുപോലെ പരത്തിയെടുക്കുക. ഇതുപോലെ നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. അങ്ങനെ ഞാൻ 6 ബോളും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് അരിപ്പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ആദ്യം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അരിപ്പൊടി തൂവി കൊടുക്കുക. ഇങ്ങനെ 6 ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ 6ാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും ആദ്യം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് അരിപ്പൊടി തൂവി കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എല്ലാതും ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടായ ഓയിലിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ പുറമേ ഉള്ള ലെയർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഉള്ളിലുള്ള ലെയർ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മടക്ക് ഈ ഷുഗർ സിറപ്പിലിട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. കൂടുതൽ സമയം ഇതിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മടക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്